ഹായ് സ്റ്റുഡൻസ്, എഞ്ചിനീയറിംഗ് ഫിസിക്സിലെ അവസാന മൊഡ്യൂളിലെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ക്വാണ്ടം തിയറി, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, എക്സ്പെരിമെൻറ്റ് ടു ഇലസ്ട്രേറ്റ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് തുടങ്ങിയ ടോപ്പിക്ക് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിനുശേഷം വരുന്ന കണ്ടൻറ്റാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ലോസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്താണെന്ന് നോക്കാം. ഇതിൽ ആദ്യം പറയുന്നത്, ഒരു ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയലിൽ നിന്ന് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കണമെങ്കിൽ ഇൻസിഡൻറ്റ് ലൈറ്റിന് ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ടായിരിക്കണം എന്നാണ്. ഈ മിനിമം ഫ്രീക്വൻസിയാണ് നമ്മൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് താഴെയുള്ള ഫ്രീക്വൻസിയുള്ള റേഡിയേഷനാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല. വേറൊരു തരത്തിൽ പറഞ്ഞാൽ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കാൻ ഇൻസിഡൻറ്റ് ലൈറ്റിന് ഒരു മിനിമം എനർജി ഉണ്ടായിരിക്കണം. ഈ മിനിമം എനർജിയാണ് നമ്മൾ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വർക്ക് ഫംഗ്ഷൻ ത്രെഷോൾഡ് ഫ്രീക്വൻസിയുമായിട്ടുള്ള റിലേഷനാണിത്. W=h/0, where h is the Planck's constant and nu0 is the threshold frequency. അടുത്ത് പറയുന്നത്, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഒരു ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് ആണെന്നാണ്. അതായത് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്നതിനും ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നതിനും തമ്മിൽ ടൈം ലാഗ് ഇല്ല. ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്ന അതേ ഇൻസ്റ്റൻറ്റിൽ തന്നെ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഇവിടെ ടൈം ലാഗ് ഒരു നാനോ സെക്കൻഡിൻ്റെ ഓർഡറിൽ ആണ് വരുന്നത്. അത് നെഗ്ലിജിബിൾ ആണ്. സോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് ആൻ ഇൻസ്റ്റന്റേനിയസ് പ്രോസസ്. അടുത്ത്, ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ കൂട്ടിയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി നമ്പർ ഓഫ് എനർജി ക്വാണ്ട ഓർ ഫോട്ടോൺസ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. അതായത് ലൈറ്റ് ഇൻറ്റൻസിറ്റി ഒരു സെക്കൻഡിൽ യൂണിറ്റ് ഏരിയയിൽ പതിക്കുന്ന നമ്പർ ഓഫ് ഫോട്ടോൺസിന് നേർ അനുപാതത്തിലാണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി കൂട്ടുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എനർജി ക്വാണ്ട അഥവാ ഫോട്ടോൺസിൻ്റെ എണ്ണം കൂടും. സോ ഗ്രേറ്റർ വിൽ ബി ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അബ്സോർബിംഗ് ദ ഫോട്ടോൺസ്. അതായത് ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ഒരു സെക്കൻഡിൽ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടും, അഥവാ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടും. അതുകൊണ്ട് നമ്മൾ പറയുന്നു, ദ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ആൻഡ് ദ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ. റേഡിയേഷൻ ഇൻറ്റൻസിറ്റിയും ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും തമ്മിൽ റിലേഷൻ കാണിക്കുന്ന ഒരു ഗ്രാഫാണിത്. രണ്ട് ക്വാണ്ടിറ്റീസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഫ്രീക്വൻസി കൂട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഫ്രീക്വൻസി കൂട്ടുമ്പോൾ സ്വാഭാവികമായും ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ എനർജിയും കൂടുതലായിരിക്കും. ക്വാണ്ടം തിയറി അനുസരിച്ച് എനർജി E=hν എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ എനർജിയുടെ ഒരു ഭാഗം മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോൺസിനെ ഫ്രീ ആക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. അതിനെയാണല്ലോ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. റിമൈനിങ് എനർജിയാണ് നമ്മുടെ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജിയായി മാറുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഫ്രീക്വൻസി നമ്മൾ കൂട്ടുകയാണെങ്കിൽ ഒരു ഗിവൺ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ബാക്കിയുള്ള എനർജി ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ എനർജി കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് അപ്പിയർ ചെയ്യും. അപ്പോൾ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഫ്രീക്വൻസി കൂട്ടിയാൽ തീർച്ചയായും ലിബറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജിയും കൂടും. അടുത്ത് നമ്മൾ പറയുന്നത് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ എനർജി E=hν. അത് രണ്ട് പർപ്പസസിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന്,
എനർജി റിക്വയർഡ് ടു മേക്ക് ദ ഇലക്ട്രോൺ ഫ്രീ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ W which is equal to h nu 0. The remaining energy of the photon is given as the kinetic energy of the liberated electron. ബാക്കിയുള്ള എനർജിയാണ് ലിബറേറ്റഡ് ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജിയായി മാറുന്നത്. ആ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം, ബേസിക് ഇക്വേഷൻ K is equal to half mv². So Einstein's photoelectric equation can be written as E is equal to W plus K, where E is the energy of the incident photon, which is equal to the work function plus kinetic energy of the liberated electrons. Equation substitute ചെയ്യുകയാണെങ്കിൽ Eക്ക് പകരം നമുക്ക് h nu എന്ന് എഴുതാം, Wന് പകരം h nu 0 പ്ലസ് kinetic energy half mv². ഇനി ഇൻ ടേംസ് ഓഫ് വേവ് ലെങ്ത് എഴുതണമെങ്കിൽ നമുക്കറിയാം C is equal to nu lambda. So nu is equal to C by lambda. Nu can be replaced by C by lambda. Nu 0ന് പകരം C by lambda 0 എന്ന് എഴുതാം, where lambda 0 is the threshold wavelength. ഇനി ഹാഫ് mv² ആണ് ലിബറേറ്റഡ് ഇലക്ട്രോൺസിൻ്റെ മാക്സിമം കൈനറ്റിക് എനർജി എങ്കിൽ ഐൻസ്റ്റീൻസ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് മാക്സിമം വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതാവുന്നതാണ്. V is equal to root of 2h into nu minus nu 0 by m. ഇനി നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. അതിൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ ഒരു ടെക്നോളജിക്കൽ ആപ്ലിക്കേഷനാണ് ഒരു ഫോട്ടോ ഇലക്ട്രിക് സെൽ. അതായത് ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഒരു ഫോട്ടോ ഇലക്ട്രിക് സെൽ എന്ന് പറയുന്നത്. ഫോട്ടോ ഇലക്ട്രിക് സെല്ല് ഒരു സെമി സിലിണ്ടറിക്കൽ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റൽ പ്ലേറ്റ് ഉണ്ട്, അതാണ് നമ്മളിവിടെ C എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു വയർ ലൂപ്പ് A ഉണ്ട്. ശരിക്കും ഈ C എന്ന് പറയുന്ന ഈ സെമി സിലിണ്ടറിക്കൽ ഫോട്ടോ സെൻസിറ്റീവ് പ്ലേറ്റിനെ നമ്മൾ എമിറ്റർ എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഈ വയർ ലൂപ്പിനെ നമ്മൾ കളക്ടർ എന്നും വിളിക്കും. ഇവ രണ്ടും ഒരു ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ബൾബിലാണ് അല്ലെങ്കിൽ ഒരു ക്വാർട്സ് ബൾബിലാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. Then it is connected to an external circuit having a high tension battery and a micro ammeter. ഇപ്പോൾ സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് നമ്മുടെ എമിറ്ററിൽ പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഈ ഫോട്ടോ ഇലക്ട്രോൺസ് നമ്മുടെ കളക്ടർ പ്ലേറ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഒരു മൈക്രോ ആംപിയർ ഓർഡറിലുള്ള ഒരു കറണ്ട് ഈ ഫോട്ടോ ഇലക്ട്രിക് സെല്ലിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ സാധാരണയായി ഫോട്ടോ ഇലക്ട്രിക് സെൽസ് 3 ടൈപ്പാണ് ഉള്ളത്: ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ, ഫോട്ടോ എമിസീവ് സെൽ ആൻഡ് ഫോട്ടോ വോൾട്ടായിക് സെൽ. ഇതാണ് ഒരു ഫോട്ടോ ഇലക്ട്രിക് സെല്ലിൻ്റെ സിമ്പൽ. സോളാർ സെൽസ് എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ്. ഒരു സോളാർ സെൽ സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഒരു PN ജംഗ്ഷൻ ഡിവൈസാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സോളാർ കാൽക്കുലേറ്റർ മുതൽ പ്ലാനറ്റ്സിനെ റിവോൾവ് ചെയ്യുന്ന സാറ്റലൈറ്റിൽ വരെ ഈ സോളാർ സെൽസ് ഉപയോഗിക്കുന്നുണ്ട്. ഫോട്ടോ വോൾട്ടായിക് സെൽസാണ് സാധാരണ സോളാർ സെൽസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇലൂമിനേഷൻ മീറ്ററുകളിൽ ഫോട്ടോ ഇലക്ട്രിക് സെൽസ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു സോഴ്സിൽ നിന്നുള്ള ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് ഇലൂമിനേഷൻ മെഷർ ചെയ്യാൻ ഫോട്ടോ ഇലക്ട്രിക് സെൽസ് ഉപയോഗിക്കാറുണ്ട്. ഒരു ഫോട്ടോ ഇലക്ട്രിക് സെൽ ചേഞ്ച് ഇൻ ഇൻറ്റൻസിറ്റി ഓഫ് ഇലൂമിനേഷനെ ചേഞ്ച് ഇൻ ഫോട്ടോ കറണ്ടായി കൺവേർട്ട് ചെയ്യും. സോ 2 സോഴ്സിൽ നിന്നുള്ള ലൈറ്റിൻ്റെ ഇലൂമിനേഷൻ പവേഴ്സ് താരതമ്യം ചെയ്യുന്നതിന് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് സെൽസ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഫോട്ടോ ഇലക്ട്രിക് സെൽ ഉപയോഗിച്ച് നമുക്കൊരു ബർഗ്ലർ അലാം കൺസ്ട്രക്റ്റ് ചെയ്യാം. അതായത് ഒരു ഫോട്ടോ ഇലക്ട്രിക് സെല്ലിൻ്റെ ഫോട്ടോ സെൻസിറ്റീവ് പ്ലേറ്റ് അഥവാ എമിറ്റർ പ്ലേറ്റിലേക്കുള്ള ലൈറ്റ് ബീം ആരെങ്കിലും പ്രവേശിക്കുന്ന സമയത്ത് ബ്ലോക്ക്ഡ് ആവുകയാണെങ്കിൽ ആ ഇലക്ട്രിക് സർക്യൂട്ടിലൂടെയുള്ള ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഇല്ലാതാവും. അങ്ങനെ ആ സർക്യൂട്ട് ബ്രേക്ക് ആവുകയും നമ്മുടെ അലാം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ എന്ന് പറയുന്നതും ഒരു എഫിഷ്യൻറ്റ് ഡിറ്റക്ടർ ഓഫ് ഇൻഫ്രാറെഡ് റേഡിയേഷനാണ്. അതായത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഡിറ്റക്റ്റ് ചെയ്യാൻ നമ്മൾ ഈ ഫോട്ടോ കണ്ടക്റ്റീവ് സെൽസ് ഉപയോഗിക്കുന്നുണ്ട്.
ഇനി ഒരു റെക്കോർഡഡ് ഫിലിമിൻ്റെ സൗണ്ട് റീപ്രൊഡക്ഷനായി നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് സെൽസ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് റെക്കോർഡഡ് ഫിലിമിൻ്റെ എഡ്ജിൽ ഒരു സൗണ്ട് ട്രാക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫിലിമിൻ്റെ സൗണ്ട് ട്രാക്കിലൂടെ പാസ് ചെയ്യുന്ന ലൈറ്റ് ഒരു ഫോട്ടോ സെല്ലിൽ ആണ് പതിക്കുന്നത്. അങ്ങനെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ കറണ്ട് നമ്മുടെ സൗണ്ട് ട്രാക്കിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസൃതമായി ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഈ കറണ്ട് ഇമ്പൾസസിനെ നമുക്ക് സൗണ്ടായി കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഫോട്ടോ ഇലക്ട്രിക് സെൽസ് ഇമേജിംഗ് ടെക്നോളജിയിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് ടെലിവിഷൻ ക്യാമറാസ് ഫോർ ദ കൺവേർഷൻ ഓഫ് ലൈറ്റ് സിഗ്നൽസ് ഇൻറ്റു ഇലക്ട്രിക്കൽ സിഗ്നൽസ്. അതുപോലെ തന്നെ ഒരു മെറ്റീരിയലിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ ബേസിസിൽ ഒരു മെറ്റീരിയലിനെ കെമിക്കലായിട്ട് അനലൈസ് ചെയ്യുന്നതിനും നമ്മൾ ഈ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവസാന മൊഡ്യൂളിലെ ലേസർ, ന്യൂക്ലിയർ ഫിസിക്സ് എന്നീ ടോപ്പിക്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു.